എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ക്രൂയിസ് ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് ഇന്ന് കാര്യമായിട്ട് ലഞ്ച് കഴിക്കണം. ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അവിടെ നിന്ന് ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ലഞ്ച് കഴിക്കാം. അതിനുശേഷം നമുക്ക് കാനഡയോട് വിട പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലേക്ക് പോകാം. എന്ത് പെട്ടെന്നാലേ 2 ദിവസം കഴിഞ്ഞു പോയത്. അടിപൊളിയായിരുന്നു കാനഡ. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് 1000 ഐലൻഡാണ്. പിന്നെ അതുപോലെ തന്നെ മോൺട്രിയലും അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു സ്ട്രീറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കുറച്ച് സുവനീറൊക്കെ വാങ്ങാം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഈ സുവനീർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലേ ആകെ ഒരു വെപ്രാളമാണ്. കാരണം എന്ന് വെച്ചാൽ എന്തോരം ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണെന്ന് പറഞ്ഞാൽ ഞാനും പാത്തും ഇങ്ങനെ പരക്കം പാഞ്ഞ് കിടക്കും കേട്ടോ. നമുക്ക് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി ഞാനങ്ങനെ 1-2 ഐറ്റംസുകളൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കാനഡ എന്നുള്ള പേര്, പിന്നെ നമ്മൾ വന്നേക്കണ സ്ഥലത്തിൻ്റെ പേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ കാണുമ്പോഴേ പിന്നെ ഈ ഷോ പീസ് പോലത്തെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനത്തെ മോഡൽ സുവനീറുകളാണ് കേട്ടോ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പം ഞാനതൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളിപ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വന്നിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഇവിടെയായിരുന്നു നമ്മൾ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ ചട്ടിച്ചോറ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി പോണേണ്ട. പക്ഷേ ഇന്നും നേരമൊക്കെ വൈകിട്ടുണ്ട്. 3:30-4 മണി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിന്ന് വരും, ഞങ്ങൾക്ക് ചട്ടിച്ചോറൊക്കെ റെഡിയാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അതുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ വിശാലമായിട്ട് ലഞ്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കണ്ടില്ലേ, ഫുള്ള് കാലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചട്ടിച്ചോറായിരുന്നേ. ഇത് കണ്ടില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടണ അതേ മോഡൽ തന്നെയാണ് കേട്ടോ ഇത് വന്നേക്കണത്. ഒരുപാട് കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഐറ്റംസ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി ചട്ടിച്ചോറായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ വെജിറ്റബിളിൻ്റെ തോരനുകളും കറികളും, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ചട്ടിയിലും ദൂരം ചോറായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലിട്ട് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും ക്വാണ്ടിറ്റി ചോറ് എങ്ങനെ കഴിക്കും, അതുകൊണ്ട് നമ്മൾ പ്ലേറ്റിലിട്ടാണ് കഴിച്ചത്. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതേ ഒരു ചിക്കൻ ബിരിയാണിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കേരള സ്റ്റൈല് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും വാങ്ങി. കഴിഞ്ഞ ദിവസം കഴിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് വാങ്ങിയതാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കാനഡയോട് വിട പറയാനായിട്ട് ടൈമായിട്ടുണ്ട് കേട്ടോ. ഓരോ യാത്രകളും അവസാനിക്കുമ്പോൾ ആകെ ഒരു വിഷമമാണല്ലേ. അയ്യോ അതൊക്കെ തീർന്നു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ബോർഡർ കിടക്കണമല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്താവും എങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ കാണുന്ന ബ്രിഡ്ജില്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രൂയിസിൽ പോയ 1000 ഐലൻഡിനെയൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇത് കാനഡയിൽ മാത്രമല്ല 1000 ഐലൻഡ് ഉള്ളത് അമേരിക്കയിലും ഉണ്ടെന്ന്. അപ്പം നമ്മൾ ക്രൂയിസിൽ പോയ സമയത്തും അമേരിക്കൻ ബോർഡറൊക്കെ കടന്ന് പോയിട്ടുണ്ടായിരുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ജസ്റ്റ് അമേരിക്കയൊക്കെ ഇങ്ങനെ പാസ് ചെയ്താണ് ആ ക്രൂയിസ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് കാനഡയിലേക്ക് വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണാണ്ട് ഇതൊരു ലൈറ്റ് ഹൗസാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ബോർഡിനോട് ചേർന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റൈറ്റ് സൈഡിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കണ്ടിട്ടാ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും അങ്ങനെ വാങ്ങിക്കാനൊന്നുമില്ല. നമ്മൾ കാനഡയിലേക്ക് പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. പക്ഷേ അപ്പോൾ ഒന്നും കയറാനുള്ളൊരു ടൈമും അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഇതൊന്ന് കയറി ഒന്ന് ജസ്റ്റ് അതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച്. അത്ര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും എന്താ ചെറുതുമല്ലാത്ത രീതിയിലുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടെ കാണുന്ന. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് തിരക്കല്ലെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഐറ്റംസുകളൊന്നും വാങ്ങിയില്ലടാ. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കി നടക്കണമല്ലോ. പക്ഷേ എല്ലാത്തിലേത്തും പൊടിച്ച റേറ്റാണെന്ന് അറിഞ്ഞാൽ വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. $100-150 കുറഞ്ഞ ഒരു സാധനം ഇല്ല എന്ന് തന്നെ പറയാം. ഒരു സ്പ്രേക്ക് തന്നെ എന്താ റേറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളിതേ ബോർഡർ കിടക്കാൻ വേണ്ടി പോവുകയാണ്. ആ നേരെ കാണാണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു ടോൾ പ്ലാസ പോലെയൊക്കെയാണോ ഇരിക്കണത്. ഇവിടുത്തെ ആ ഒരു ബോർഡർ കിടക്കണ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞത് കണ്ടില്ലേ. നമ്മളങ്ങനെ ബോർഡർ കടന്നിരിക്കുകയാണ് മക്കളെ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ബോർഡർ കടന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും കാനഡയിലേക്ക് കയറിയ പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് അവർ ആ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് പ്രത്യേകം കടത്തി വിട്ടു എന്ന് മാത്രം. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അങ്ങനെ നമ്മൾ അമേരിക്കയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ന്യൂയോർക്കാണ്. ഇനി നമുക്ക് ന്യൂയോർക്കിലൂടെ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴും 1000 ഐലൻഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കിടക്കണേന് ദൂരമാണെന്ന് പറഞ്ഞാൽ 1000 ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും മാറ്റങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസമേ എന്താണ് മാറ്റമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെയൊക്കെ താമസിച്ച് ഇവിടുന്ന് വേറെ രാജ്യത്തിലും അറിയാൻ പറ്റുമല്ലോ ഈ നാടും ആ നാടും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്യണത്. അടിപൊളി പച്ചപ്പൊക്കെ കാണാം. ഇതേ കണ്ടില്ലേ, നേരെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി മലയൊക്കെയാണ് കേട്ടോ. ഈ മലയൊക്കെ കവർ ചെയ്തിട്ട് വേണം നമുക്കിനി അപ്പുറത്ത് ന്യൂജേഴ്സിയിലേക്ക് എത്താനായിട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു കാനഡ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കാറിന് പോകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ടാണ് അങ്ങനത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഗ്ലാസ് കണ്ടില്ലേ മൊത്തം ഇങ്ങനെ അഴുക്ക് പിടിച്ചത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു സൈസ് പ്രാണികൾ വന്നിങ്ങനെ അടിക്കണുണ്ട്, അല്ലാതെ ചെളി തെറിച്ചത് അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ഫ്രണ്ട് ഒന്നും കാണാൻ പറ്റണില്ല ഇങ്ങനെ ഈ അഴുക്ക് പോലെ ഇങ്ങനെ കണ്ടിട്ടേ. അപ്പോൾ ഇവിടെയൊക്കെ പെട്രോൾ പമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കാറിൻ്റെ ഫ്രണ്ടൊക്കെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കഴുകാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്രോൾ അടിക്കുക, അതിൻ്റെ കൂടെ ആ ഒരു ഗ്ലാസ്സൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പം നമ്മളെന്തായാലും പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതേ ഗ്ലാസ്സും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര മോശമായിട്ടാണ് ഗ്ലാസ് ഇങ്ങനെ പ്രാണികൾ വന്നങ്ങനെ അടിച്ചിട്ടേ. ശരിക്കും ക്ലീൻ ആവില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ക്ലീനായി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഇത് കണ്ടില്ലേ ഒരു വിധമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാർ വാഷിന് കൊടുക്കുമ്പോൾ ശരിയാക്കാം. ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കെയാണ്. ആകെ ടയർഡായി. റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നമ്മൾ 2 ഡിഷാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കഫേയിലെ ചിക്കൻ നല്ല ടേസ്റ്റാണ്, ഭയങ്കര സ്പൈസി ആയിട്ടൊക്കെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് യാത്ര വീണ്ടും തുടരാം. എന്തായാലും കാനഡയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു 3-4 വീഡിയോ ആയിട്ടാണോ ചെയ്തേക്കണത്. എല്ലാവർക്കും ആ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.